നമുക്കിപ്പോൾ അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും റെഡിയാണോ? നമ്മളപ്പോൾ ബേസിക് ഇലക്ട്രിക്കലാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബേസിക് ഇലക്ട്രിക്കലിൽ ആദ്യം നമ്മൾ പറയുന്നത് എന്നറിയോ, നമ്മളുടെ ബേസിക് ഇലക്ട്രിക് നെറ്റ്വർക്ക്, ഇതൊക്കെ നമ്മൾ ഇലക്ട്രിക്കലുകാരായാലും ഈ പറഞ്ഞു വന്ന എല്ലാവരും അറിയേണ്ട ഒരു കാര്യമാണ്. 2 തരത്തിലുള്ള നെറ്റ്വർക്ക് ഉണ്ട്. ലംപ്ഡ് നെറ്റ്വർക്കും ഉണ്ട്, ഡിസ്ട്രിബ്യൂട്ടീവ് നെറ്റ്വർക്കും ഉണ്ട്. ലംപ്ഡ് നെറ്റ്വർക്കും ഉണ്ട്, ഡിസ്ട്രിബ്യൂട്ടീവ് നെറ്റ്വർക്കും ഉണ്ട്. ഈ ലംപ്ഡ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ നമുക്കൊരു എലമെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം റെസിസ്റ്റൻസ് ഉണ്ട്, ഇൻഡക്ടർ ഉണ്ട്, കപ്പാസിറ്റർ ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞു വന്ന റെസിസ്റ്റൻസ് ആണെങ്കിൽ കൂടി നമുക്കൊരു റെസിസ്റ്റൻസിന് ഇങ്ങനെ ഒരു പാർട്ടിൽ മാത്രമായിട്ട് പറയാൻ സാധിച്ചു. ഇതിനെ നമ്മളൊരു 2 ഓം എന്ന് വല്ലതും വിളിച്ചാൽ നമ്മൾ പറയുന്നത് ഒന്നുകൂടെ വൃത്തിയായിട്ട് വിളിക്കും. ടു ഓം റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 ഓം റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ ഒരു സേർട്ടൺ പാർട്ടിൽ മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയുള്ള നെറ്റ്വർക്കിനെ വിളിക്കുന്ന പേരാണ് ലംപ്ഡ് നെറ്റ്വർക്ക്. യഥാർത്ഥത്തിൽ ഇങ്ങനെ പറയാൻ സാധിക്കില്ല ചില നെറ്റ്വർക്കിൽ. അത് കൃത്യമായിട്ട് പറഞ്ഞാൽ അങ്ങനെയുള്ള നെറ്റ്വർക്കിനെ ഡിസ്ട്രിബ്യൂട്ടീവ് നെറ്റ്വർക്ക് എന്നാണ് വിളിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്തുകൊണ്ടാണ് സംസാരിക്കാൻ ചോദിച്ചാൽ, നമുക്ക് ഇത് കൂടുതലും മനസ്സിലാകേണ്ടത് ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ ബ്രാഞ്ചുകാർക്കാണ് ഇതറിയേണ്ടത്. ഡിസ്ട്രിബ്യൂട്ടീവ് നെറ്റ്വർക്ക് ആണെങ്കിൽ ഇങ്ങനെ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ മാത്രം റെസിസ്റ്റൻസ് എന്ന് പറയാൻ സാധിക്കില്ല. അങ്ങനെ പറയാൻ സാധിക്കുന്നില്ല എങ്കിൽ ആ നെറ്റ്വർക്കിന് ഡിസ്ട്രിബ്യൂട്ടീവ് നെറ്റ്വർക്ക്. ഉദാഹരണം പറഞ്ഞാൽ 1 മെഗാഹെർട്സ്. ഈ 1 മെഗാഹെർട്സിന് മുകളിലൊക്കെ നെറ്റ്വർക്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സോഴ്സിൻ്റെ ഫ്രീക്വൻസി ഉണ്ടെങ്കിൽ ആ പറയുന്ന നെറ്റ്വർക്കിന് ഒരിക്കലും നമുക്ക് അതിന് ഈവൻ എത്ര സ്മോൾ നെറ്റ്വർക്ക് ആയാലും അല്ലെങ്കിൽ സർക്യൂട്ട് ആയാലും ആ നെറ്റ്വർക്കിനെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് ആയിട്ടാണ് പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ ഒരു റെസിസ്റ്റൻസിന് ഇപ്പം നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഈ പറഞ്ഞു വന്ന ഒരു സേർട്ടൺ പാർട്ടിൽ മാത്രമാണ്, നമ്മളിപ്പോൾ ഇത്രയും പാർട്ടിൽ മാത്രമാണ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു. അങ്ങനെ പറയാൻ സാധിക്കാത്ത നെറ്റ്വർക്കിനെ ഡിസ്ട്രിബ്യൂട്ടീവ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു. ഇങ്ങനെ 1 മെഗാഹെർട്സിന് മണ്ടയ്ക്ക് വരുന്ന നെറ്റ്വർക്കിനെയൊക്കെ സോൾവ് ചെയ്യുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് തിയറി വെച്ചിട്ടാണ്. EMFT നിങ്ങൾ ശരിക്കും S5 ഒക്കെ എത്തുമ്പോൾ ഇലക്ട്രിക്കലുകാരും ഇലക്ട്രോണിക്സുകാരും എല്ലാം പഠിക്കുന്നു, അല്ലെങ്കിൽ അപ്ലൈഡ് ഇലക്ട്രോണിക്സുകാരും എല്ലാം പഠിക്കുന്ന ഒരു പേപ്പറാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് തിയറി. ഈ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് തിയറി നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത് ചോദിച്ചാൽ 1 മെഗാഹെർട്സിന് വരുന്ന മണ്ടയ്ക്കുള്ള നെറ്റ്വർക്ക്, അത് ഡിസ്ട്രിബ്യൂട്ടീവ് നെറ്റ്വർക്ക് അനലൈസ് ചെയ്യണമെങ്കിൽ ഒരിക്കലും നമുക്ക് ഈ പറഞ്ഞു വന്ന നെറ്റ്വർക്ക് തിയറംസ് ഒന്നും തന്നെ വാലിഡ് ആയിരിക്കില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്ന സർക്യൂട്ടോ അല്ലെങ്കിൽ ഓംസ് ലോയോ നോഡൽ ഇക്വേഷനോ മെഷ് ഇക്വേഷനോ ഒന്നും തന്നെ അപ്ലൈ ചെയ്യാൻ പാടില്ല. അപ്പം നമ്മളത് ആദ്യം പറയണമല്ലോ. സത്യത്തിൽ എന്താണ് നമ്മൾ ഇനിയും പറയാൻ പോകുന്ന ഓംസ് ലോയും മെഷ് ഇക്വേഷനും ഈ പറയുന്ന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇതെല്ലാം പറയുന്ന ഏത് നെറ്റ്വർക്കിൻ്റെ അകത്താണ്? ലംപ്ഡ് നെറ്റ്വർക്കിനകത്താണ്. അല്ലാത്ത കേസുകളിലെല്ലാം നമുക്ക് ഏതേ ഉള്ളൂ സഹായിക്കാൻ? EMFT ഉള്ളൂ. EMFTയിലൂടെ മാത്രമേ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, നമുക്ക് നെറ്റ്വർക്ക് 2 ഉണ്ട്, ഡിസ്ട്രിബ്യൂട്ടീവ് ഉണ്ട്, ലംപ്ഡും ഉണ്ട്. നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യുന്ന എപ്പോഴും അതായിരിക്കും ലംപ്ഡ് ആയിരിക്കും. അല്ലാത്ത നെറ്റ്വർക്ക് ചർച്ച ചെയ്യുന്ന സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചാൽ EMFTയുടെ ബേസിക് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള ഈ ബയോട്ട് സാവർട്ട് ലോ ഒക്കെ നമ്മൾ സെക്കൻഡ് ഈ പറയുന്ന +2 പഠിച്ചിട്ടുണ്ട്, ശരിയല്ലേ? അതെല്ലാം EMFT ആയിട്ട് ബന്ധപ്പെട്ടാണ്. യഥാർത്ഥത്തിൽ അതല്ലെങ്കിൽ അവിടെയുള്ള ആപ്ലിക്കേഷൻ കൂളംസ് ലോ ഒക്കെ നമ്മൾ അവിടെ പഠിക്കുന്നുണ്ട്, ശരിയല്ലേ? ഈ ഇക്വേഷൻസ് എല്ലാം ആപ്ലിക്കബിൾ ആയിട്ടുള്ള EMFT അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് തിയറിയിലാണ് ഈ പറയുന്ന ഡിസ്ട്രിബ്യൂട്ടീവ് നെറ്റ്വർക്ക് ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന ഓംസ് ലോയും ബാക്കിയുള്ള ഏത് നെറ്റ്വർക്കാണ്? ലംപ്ഡ് നെറ്റ്വർക്ക്. ഇത് ഓർത്തിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ഇനി നമ്മൾ നെറ്റ്വർക്കിൻ്റെ അകത്തേക്ക് കടന്നു പോകാൻ പോകുന്നു. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നു 2 ഓം. അപ്പോൾ ഇനിയും ചോദ്യം എന്നാന്ന് ചോദിച്ചാൽ ഈ 2 ഓം റെസിസ്റ്റർ നമുക്ക് ഒന്നുകൂടെ വരയ്ക്കാം. ഒരു നെറ്റ്വർക്ക് ഉണ്ട്, ഒരു 2 ഓം റെസിസ്റ്റൻസ് ഉണ്ട്. ഇവിടെ നമ്മൾ ശരിക്കും 10 വോൾട്ട് കൊടുത്തു, ഇവിടെ നമ്മൾ 0 വോൾട്ട് കൊടുത്തു. നമ്മൾ പറയുന്നത് ബൈ ഓംസ് ലോ.
നമ്മൾ പറയുന്നത് വോൾട്ടേജ് പ്രൊപ്പോർഷണൽ ടു കറണ്ട്. ഓംസ് ലോ സ്റ്റേറ്റ് ചെയ്യുന്ന ഒന്നേ ഉള്ളൂ, വോൾട്ടേജ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും കറണ്ടിന്. അവിടെ പ്രൊവൈഡഡ് നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ പറയുന്ന ഫിസിക്കൽ കണ്ടീഷൻസ് ഒന്നും ചേഞ്ച് ചെയ്യരുത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പറഞ്ഞ മെറ്റീരിയലിൻ്റെ അകത്ത് ഫിസിക്കലായിട്ടുള്ള കണ്ടീഷൻസോ ഈ പറഞ്ഞ വോളിയമോ അല്ലെങ്കിൽ ലെങ്തോ അല്ലെങ്കിൽ ഈ പറയുന്ന ബ്രെഡ്ത്തോ ഒന്നും മാറ്റാൻ പാടില്ല. രണ്ടാമത്തെ കണ്ടീഷൻ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കണം. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ്, ഈ രണ്ട് കണ്ടീഷൻസ് നിലനിർത്തിക്കൊണ്ടാണ് നമ്മൾ ഓംസ് ലോ പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു കാര്യമുണ്ട്, നമ്മൾ ശരിക്കും പറഞ്ഞുകൊണ്ടല്ലോ നമ്മുടെ നെറ്റ്വർക്ക് തിയറി ആപ്ലിക്കബിൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് അസംഷൻസ് ആയിട്ട് ഇത് എഴുതാൻ സാധിക്കും. ഇതെന്തുകൊണ്ടാണ് ചോദിച്ചാൽ, നമ്മൾ മുമ്പേ പറഞ്ഞു നോഡൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ, നമ്മൾ മുമ്പ് സംസാരിച്ചും പറഞ്ഞു ഓംസ് ലോ പ്ലസ് KCL ആണ് നോഡൽ, ഓംസ് ലോ പ്ലസ് KVL ആണ് മെഷ് ഇക്വേഷൻ. യഥാർത്ഥത്തിൽ പറയാമല്ലോ, ഈ പറഞ്ഞ നോഡൽ ഇക്വേഷനോ അല്ലെങ്കിൽ മെഷ് ഇക്വേഷനൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ അസംഷനോട് എഴുതിയാൽ ഞാൻ ഉറപ്പ് പറയുന്നു മാർക്ക് കൂടുതലും കിട്ടും. ക്ലിയർ ആണോ? ഇതെന്തിനാ ഇതൊക്കെ ഇത്രയും ശ്രദ്ധിക്കാൻ ചോദിച്ചാൽ, സത്യത്തിൽ ഞാൻ പറയാമല്ലോ, ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ എൻജിനീയറിംഗ് സർവീസ് 3 തവണ ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഈ 3 തവണ ക്ലിയർ ചെയ്ത സമയത്തും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മാറ്ററാണ്, ഒരു പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ KCL KVL ഒക്കെ വെച്ച് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് വി ഷുഡ് റൈറ്റ് ദീസ് അസംഷൻസ്. അവിടെ ശരിക്കും പറഞ്ഞാൽ ആദ്യ തവണ ഗേറ്റിന് നല്ല റാങ്ക് 100ൻ്റെ അകത്ത് റാങ്ക് മേടിച്ച അഹങ്കാരത്തോടെ ഈ പറഞ്ഞ എൻജിനീയറിംഗ് സർവീസ് എഴുതാൻ തന്ന് ഞാൻ വന്നപ്പം എൻജിനീയറിംഗ് സർവീസിന് വേണ്ടി പ്രത്യേകം പ്രിപ്പയർ ചെയ്തിട്ടൊന്നുമില്ല. ചെന്ന് കൺവെൻഷണൽ പരീക്ഷ എഴുതിയിട്ട് 200 മാർക്കിൽ എനിക്ക് ആകെ കിട്ടിയത് 20 മാർക്കാണ്. ആ 20 മാർക്ക് കിട്ടിയതിൻ്റെ കാരണം അന്വേഷിച്ച് നമ്മൾ പേപ്പർ എടുപ്പിച്ചപ്പോൾ മനസ്സിലായ ഒരു കാര്യമുണ്ട്, ഈ അസംഷൻസും ഈ പറഞ്ഞു വന്ന ആൻസർ ലാസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അവർ പകുതി മാർക്ക് കൺസിഡർ ചെയ്യുള്ളൂ. എന്നിട്ട് ഓരോ സ്റ്റെപ്പിനും മാർക്ക് നോക്കിയാണ് ഈ പറയുന്ന മാർക്ക് ഇടുന്നത്. അങ്ങനെയാണ് 200 ഞാൻ നല്ല 90 റാങ്ക് മേടിച്ച സമയത്താണ് എഞ്ചിനീയറിംഗ് സർവീസ് ആദ്യമായിട്ട് എഴുതുന്നത്. ഗേറ്റിന് 90 റാങ്ക് വരെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഏറ്റവും ടോപ്പ് റാങ്ക് എനിക്ക് കിട്ടിയത് 90ആണ്. ആ 90 റാങ്ക് കിട്ടിയ സമയത്താണ് ഞാൻ പറഞ്ഞത് ഈ അസംഷനൊക്കെ അല്ലെങ്കിൽ അസംഷൻ ഒന്നും എഴുതാതെ ആൻസർ മാത്രം കണ്ടുപിടിച്ച് ഈ പറഞ്ഞ എൻജിനീയറിംഗ് സർവീസിൻ്റെ കൺവെൻഷൻ എഴുതിയ സമയത്ത് ദേ ഡിഡ്ന്റ് ഗീവ് എനി മാർക്ക് ടു മീ. ഓക്കെ, അപ്പം ഞാൻ ഈ പറഞ്ഞു വരുന്നതെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ ഒരു കാര്യം നിങ്ങൾ എഴുതുകയാണ്, പരീക്ഷകളിൽ എഴുതി വെക്കുകയാണ്, ഓംസ് ലോ അല്ലെങ്കിൽ ഓംസ് ലോ വാലിഡ് ആയിട്ടുള്ളതാണ് ഈ പറഞ്ഞ നോഡലും മെഷും. അപ്പം നിങ്ങൾ പ്രോബ്ലം ചെയ്യുന്നതിന് മുമ്പ് അസംഷൻ ഓഫ് ഓംസ് ലോ അവിടെ എഴുതി വെച്ചാൽ ആ പറയുന്ന ടീച്ചേഴ്സിന് കൺസിഡർ ചെയ്യാതിരിക്കാൻ പറ്റൂല. അവർക്ക് ഒരു ചെറിയ ഒരു പ്രിഫറൻസ് കൂടെ കൊടുത്തേ പറ്റുള്ളൂ. ശരിയല്ലേ? യഥാർത്ഥത്തിൽ ഞാൻ പറയാമല്ലോ, ഇങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയാൽ വളരെ കൃത്യമായിട്ട് ഞാൻ പറയാമല്ലോ ഒരു ഫെയിലിയറും ഉണ്ടാവില്ല. ഞാനിപ്പോൾ ഈ ഫെയിലിയറിനെ കുറിച്ച് സംസാരിക്കാൻ കാരണം എന്താണെന്നറിയോ? ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, ഇതിൽ KCL ഉം KVL ഉം എന്താണ്? KCL എന്ന് പറഞ്ഞാൽ കിർഷോഫ്സ് കറണ്ട് ലോ. ഈ KVL എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിലെ ഇടയ്ക്ക് ചോദ്യം ചോദിക്കുന്നത് നല്ലതാണ്. നമ്മൾ ഇടയ്ക്ക് ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ നിങ്ങളുടെ പ്രശ്നങ്ങൾ അറിയുള്ളൂ, അല്ലെങ്കിൽ ഞാൻ അറിയില്ല. ഞാൻ എൻ്റെ ഒരു രീതിയിൽ ഞാനങ്ങ് സംസാരിച്ച് പോകത്തേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഇതിലെ ചോദിച്ചോണം. ആരായിരുന്നാൽക്കും ഫ്രീ ആയിട്ട് ചോദിക്കാം കേട്ടോ. അപ്പം ഈ പറയുന്ന KVL എന്ന് പറഞ്ഞാൽ നമ്മുടെ കിർഷോഫ്സ് വോൾട്ടേജ്. അപ്പോൾ കിർഷോഫ്സ് കറണ്ട് ലോ ഉണ്ട്, കിർഷോഫ്സ് വോൾട്ടേജ് ലോ ഉണ്ട്. നമ്മൾ ചെല്ലുമ്പോൾ പഠിക്കും കേട്ടോ, ഇതെല്ലാം പഠിക്കും. അപ്പോൾ എനിവേ ഞാൻ പറയട്ടെ, ഞാൻ ഫെയിലിയറിൻ്റെ കാര്യമാണ് ചർച്ച ചെയ്തത്. യഥാർത്ഥത്തിൽ ഇപ്പോൾ S2ൻ്റെ ഇന്നലെ റിസൾട്ട് വന്നു. വളരെയധികം പേര് തോറ്റിട്ടുണ്ട്. നമ്മുടെ ഈ പറഞ്ഞു വന്ന ഫസ്റ്റ് ഇയറോ സെക്കൻഡ് ഇയറോ അല്ലെ ഫസ്റ്റ് സെമ്മോ സെക്കൻഡ് സെമ്മോ ഒന്നും അത്ര പാടുള്ളതല്ല. ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ S3 മുതലാണ് കോർ സബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സമയം മുതൽ കുറച്ച് പാടുണ്ട്. എൻജിനീയറിങ്ങിൻ്റെ നമ്മൾ എക്സാക്ട്ലി അറിയണം. അവിടെ നമുക്ക് ഒത്തിരി കൺസ്ട്രെയിൻസ് വരുന്നുണ്ട്. ഞാൻ പറയാമല്ലോ, നമ്മുടെ പ്രത്യേകിച്ച് അവരുടെ പറയാം, യൂണിവേഴ്സിറ്റി പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ പഠിക്കുന്ന എൻ്റയർ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സബ്ജക്റ്റുകളുടെ ഒരു 50-60% ഗേറ്റ് പോലുള്ള എക്സാംസുകൾക്ക് വരുന്നുള്ളൂ. അതിലും കൃത്യമായിട്ട് മനസ്സിലാക്കുന്നവർക്ക് ഗേറ്റ് എഴുതാൻ വളരെ എളുപ്പമാണ്.
എന്നാൽ നമ്മുടെ യൂണിവേഴ്സിറ്റി പോയിന്റ് ഓഫ് വ്യൂ എക്സാം എഴുതുക എന്ന് പറയുന്ന ഒരു ഡിഫറൻറ്റ് പാറ്റേൺ ആണ്. അത് എഴുതുന്നത് ഇങ്ങനെയാണ്. ഞാനിപ്പോൾ പറഞ്ഞ കാര്യം തന്നെയല്ലേ, നിങ്ങൾ ഈ ഫിസിക്കൽ കണ്ടീഷനും ടെമ്പറേച്ചറും കോൺസ്റ്റൻ്റ് ആക്കി വെച്ച് അസംഷൻസ് കൊടുത്തിട്ട് ഓംസ് ലോ എഴുതാമെന്നത്. അപ്പോൾ ഓംസ് ലോ അപ്ലൈ ചെയ്യുന്ന സ്ഥലമാണ് നോഡൽ ഇക്വേഷൻ. അപ്പോൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ആൻസർ കണ്ടെത്തുന്നതിലുള്ള ഹറിബറി ഉണ്ടല്ലോ, അതല്ല അവിടെ വേണ്ടത്. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ എഴുതുന്ന ശീലിച്ചാൽ ഞാൻ ഉറപ്പ് പറയുന്നു, പ്രോബ്ലത്തിന് 10 മാർക്ക് ഉണ്ടെങ്കിൽ ആ ആൻസറൂടെ കറക്റ്റ് ആണെങ്കിൽ ചക്ക വീഴുന്ന പോലെ 10ൽ 10 നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അവിടെ ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ പ്രോബ്ലം ചെയ്താൽ തെറ്റിയാൽ കൂടി ഈ അസംഷൻസ് ഒക്കെ എഴുതിയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നെങ്കിൽ ഉറപ്പായിട്ടും ആ ടീച്ചേഴ്സിന് മാർക്ക് തരാതിരിക്കാൻ പറ്റൂല. ആസ് ഒരു ടീച്ചർ പോയിന്റ് ഓഫ് വ്യൂ ഞാൻ ഇത്ര നാളത്തെ എക്സ്പീരിയൻസ് വെച്ച് പറയട്ടെ, ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് വളരെ വളരെ ഈ പറയുന്ന മറ്റുള്ളവരെക്കാൾ മുൻഗണന കിട്ടും ക്ലാസ്സിൽ. ഓക്കെ അല്ലേ? അപ്പോൾ എനിവേ നമുക്ക് മുന്നോട്ട് പോകാം. നമ്മൾ പറഞ്ഞു വരുന്നത്, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ പറഞ്ഞു വന്ന ഈ കഴിഞ്ഞ സെക്കൻഡ് സെമ്മിലെ റിസൾട്ട് വന്നുകൊണ്ട് പറയുന്നു, ശ്രദ്ധിക്കേണ്ട സ്ഥലങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ച് തന്നെ പോവുക. ഇവിടെ നമ്മൾ ആദ്യത്തെ സെമ്മിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ നല്ല മാർക്ക് മേടിക്കാവുന്നതും ഈ CGPA ഒക്കെ കൂട്ടാവുന്ന സമയം. അപ്പോൾ അത് ശ്രമിക്കുക, CGPA താല്പര്യമുള്ളവർ. ഞാൻ പറയുന്ന ഒരു 75 മാർക്കിന് എബോവ് ഉണ്ടെങ്കിൽ യു ക്യാൻ റൈറ്റ് ഓൾ ദി എക്സാമിനേഷൻ. ആൻഡ് നിങ്ങൾക്കൊരു സ്കില്ലുണ്ടായിരിക്കുകയും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള തലങ്ങളിൽ, ഞാനിപ്പോൾ ഗേറ്റ് എന്ന് ഞാൻ പറയില്ല, കാരണം ഞാൻ ആസ് ഒരു ടീച്ചർ ഗേറ്റ് പോയിന്റ് ഓഫ് വ്യൂ മാത്രം പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണ്. നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ വന്നത് തന്നെയാണ് ഈ പറഞ്ഞു വന്ന ഫെയിലിയർ മാറ്റി, അല്ലെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞു വന്ന എഞ്ചിനീയറിങ്ങിൻ്റെ മുഴുവൻ തലങ്ങളും. ഞാനും ഇന്ന് വന്നത് നിങ്ങൾ എഞ്ചിനീയറിംഗ് മാത്രമല്ല ഗേറ്റ് എന്താണെന്നും ഇങ്ങനെയൊക്കെ വേണം പഠിക്കാനെന്നും കൂടെ പറയാനും കൂടെ വേണ്ടി മാത്രമാണ് ഞാൻ വന്നത്. കൃത്യമായിട്ട് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ ബേസിക് ഇലക്ട്രിക്കൽ മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ. യഥാർത്ഥത്തിൽ ഞാൻ ഇന്ന് രാവിലെ ചർച്ച ചെയ്ത് തുടങ്ങിയത് ലംബ്ഡ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് നെറ്റ്വർക്കാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾ എഞ്ചിനീയറിംഗ് മുഴുവൻ കഴിയുമ്പോഴും ചിലപ്പോൾ അറിയണമെന്നില്ല ഈ പറഞ്ഞ ലംബ്ഡ് നെറ്റ്വർക്ക് എന്താണ്, ഡിസ്ട്രിബ്യൂട്ടഡ് നെറ്റ്വർക്ക് എന്താണ്. ഞാനിതൊക്കെ പറയുന്നത് എന്തുകൊണ്ടെന്നറിയോ, ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ളതുകൊണ്ട് നിങ്ങളോട് വ്യക്തമായിട്ട് പറയുന്നു. നിങ്ങളിപ്പോൾ എൻജിനീയറിങ്ങിന് കയറാൻ പോകുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പറയുന്നു, നമ്മുടെ ആദ്യം മുതലുള്ള പഠനത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും അറിയാതെ എൻജിനീയറിംഗ് പുറത്തിറങ്ങി ഒത്തിരി പേരുണ്ട്. അതിന് ഉദാഹരണം നമ്മൾ പറഞ്ഞ് എന്തിനാണ് എൻജിനീയറിംഗ് പഠിച്ചതെന്ന് എനിക്കറിയില്ല എന്ന് നമ്മുടെ സിനിമാ നടൻ ടോവിനോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിയല്ലേ? അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? നമ്മളിൽ പലരും, അല്ല നിങ്ങൾ സീനിയേഴ്സിനോട് ചോദിച്ചു നോക്ക്, എൻജിനീയറിങ്ങിൻ്റെ യഥാർത്ഥത്തിൽ S3 മുതലുള്ള സബ്ജക്റ്റുകൾ കാണുമ്പോൾ നിങ്ങൾക്കതിൽ ഒരു എന്നാ പറയുന്നത് കൃത്യതയോടെ മനസ്സിലാക്കാൻ എല്ലാം സാധിക്കട്ടെ എന്ന് ഞാൻ പറയുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നറിയോ, നമ്മൾ പഠിക്കുന്ന രീതികളെല്ലാം കൃത്യമാണെങ്കിൽ ഈ പറയുന്ന എൻജിനീയറിംഗ് ഉള്ളി പൊളിക്കുന്നതല്ലേ ഉള്ളൂ. ഞാനത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ വിശ്വസിക്കുന്നു എൻജിനീയറിംഗ് സർവീസ് 3 തവണ ക്ലിയർ ചെയ്യാൻ പറ്റി. എനിക്ക് ഇൻ്റർവ്യൂവിൽ അവസാനം 6 മാർക്കിനാണ് ഈ പറഞ്ഞ എൻജിനീയറിംഗ് സർവീസ് പോകുന്നത്. ഗേറ്റ് 3-4 തവണ 90ഉം 120 റാങ്കൊക്കെ മേടിച്ചിട്ടുണ്ട്. ഞാനിത് പറയാൻ കാരണം എന്നറിയാം, ഞാൻ ഇലക്ട്രിക്കലാണ് ഡിപ്പാർട്ട്മെൻറ്റ്. നിങ്ങളോട് ഇത് വന്ന് പറയാൻ തോന്നുന്നതിൻ്റെ കാരണം, ഈ പറഞ്ഞ റാങ്കൊക്കെ ഇന്നത്തെ കാലത്ത് കിട്ടിയാൽ നമുക്ക് ഉറപ്പിച്ച് ഞാൻ പറയുന്നു, നിങ്ങൾക്ക് PSUs ജോബൊക്കെ കിട്ടും. PSUs എന്ന് പറഞ്ഞാൽ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്. നിങ്ങൾ കയറുന്നതിന് മുന്നേ തന്നെ ഞാൻ ഈ പറഞ്ഞു വന്ന എൻജിനീയറിങ്ങിൻ്റെ ഒരു വലിയ നമുക്ക് കിട്ടാവുന്ന ഒരു ടോപ്പ് ജോലി തന്നെയാണ് ഗവൺമെൻറ് സ്റ്റാഫായിട്ട്, കേന്ദ്ര ഗവൺമെൻറ് സ്റ്റാഫായിട്ട് ഈ പറയുന്ന ONGC, ബാർക്ക്, DRDO. ഇപ്പോൾ രാവിലെ എന്നോട് കമൻറ്റേറ്റർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ISROയും ഈ DRDOയും ബാർക്കും ഒക്കെ ശരിക്കും പറഞ്ഞാൽ സയൻറ്റിസ്റ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ സയൻറ്റിസ്റ്റുകളുടെ പോസ്റ്റിലേക്കാണ് എൻജിനീയേഴ്സിനെ എടുക്കുന്നത്. ബാക്കിയുള്ളതെല്ലാം എൻജിനീയേഴ്സിന് ശരിക്കും PSUs ജോബായിട്ട്, ഒരു ഗവൺമെൻറ് സ്റ്റാഫായിട്ടുള്ള ജോബ്. നമ്മൾ ഈ കേരളത്തിലുള്ള ഗവൺമെൻറ് എൻജിനീയേഴ്സിന് കിട്ടുന്ന സാലറി വെച്ച് നോക്കിയാൽ വളരെ വളരെ കൂടുതലാണ്. കാരണം ഇവിടുത്തെ കേരള PSCയിലൊക്കെ നമ്മൾ പരീക്ഷ എഴുതി അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയിട്ട് കയറിയാൽ കൂടിയും എനിക്ക് തോന്നുന്നു ഒരു 57,000 ആ റേഞ്ചാണ് പൈസ. എന്നാൽ ഇവിടെ നമുക്ക് ഓരോ ഇതിനും ഡിപ്പാർട്ട്മെന്റ് ഡിഫറൻ്റ് ആണ്. ഇപ്പോൾ ഇലക്ട്രിക്കൽ ബേസിൽ ഞാൻ പറയുകയാണെങ്കിൽ ഇലക്ട്രിക്കലിൽ ഏറ്റവും നല്ല ഇത് കൊടുക്കുന്നത് നമ്മുടെ പവർ ഗ്രിഡൊക്കെയാണ്. പവർ ഗ്രിഡിൻ്റെ ജോലിയും വളരെ രസകരമാണ്. ഇന്ത്യയിലെ നമ്മുടെ ഇലക്ട്രിസിറ്റിയുടെ ഗ്രിഡുകൾ കൺട്രോൾ ചെയ്യുക, ദാറ്റ്സ് നോട്ട് എ സിമ്പിൾ ടൈം. അതും ഒരു പ്രത്യേക എക്സ്പോഷറുള്ള ജോലിയാണ്. ഇതൊക്കെ ഒരു 4, 5 അല്ലെങ്കിൽ 10 വർഷം ജോലി ചെയ്തിട്ട് പുറത്തു പോയാൽ തന്നെയും കിട്ടാൻ പോകുന്നത് 10ഉം 20ഉം ലക്ഷം രൂപയാണ് മാസം ശമ്പളം. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് കിട്ടുന്നത് വെച്ചാൽ അവിടെ കിട്ടുന്ന എക്സ്പോഷറും അവിടെ കിട്ടുന്ന നിങ്ങളുടെ പഠനവും അവിടെ ചെന്നും നിങ്ങൾ മനസ്സിലാക്കുന്ന റിയൽ എൻജിനീയറിംഗ് ഉള്ളത് കൊണ്ടാണ്. ഞാനിവിടെ ഒരു കാര്യം പറയട്ടെ, നിങ്ങളും ഈ പറയുന്ന ഇന്നത്തെ കാലത്തെ അവസ്ഥകളൊക്കെ മനസ്സിലാക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഇന്ന് എൻജിനീയറിങ്ങിൻ്റെ ആൾക്കാർ കുറവല്ല.
ആൾക്കാരുണ്ട് ഇവിടെ. ഇഷ്ടംപോലെ പേർക്ക് ജോലിയില്ലാതെ നിൽപ്പുണ്ട്. ഞാൻ എൻ്റെ കാലം പറയുകയാണെങ്കിൽ 2000 ഞാൻ പറയുന്നത്. 2000-ന് മുന്നോട്ടുള്ള കാലഘട്ടങ്ങളിൽ 3000 സീറ്റേ ഓൾ എഞ്ചിനീയറിംഗിന് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ പറയുന്ന സമയത്ത് എഞ്ചിനീയറിംഗിൻ്റെ ആൾക്കാരെ കാണുമ്പോൾ നമുക്കൊരു ബഹുമാനം കിട്ടുമായിരുന്നു. ഇന്ന് ആ ബഹുമാനം എല്ലാവർക്കും ഉണ്ടോ എന്ന് ചോദിച്ചാൽ സംശയിക്കേണ്ടിയിരിക്കുന്നു. ശരിയല്ലേ? ഞാൻ നിങ്ങളെ നിരുത്സാഹപ്പെടുത്താൻ പറയുന്നതല്ല. ഇന്നും അങ്ങനെ കിട്ടുന്നവരുണ്ട്. ഞാൻ ഉദാഹരണം പറയാം. ആദ്യം എന്നോട് കമൻറ്റേറ്റർ ചോദിച്ചത് ISROയിൽ കിട്ടുമോ AI റോബോട്ടിക്സ് ആയ എനിക്ക്. ഞാൻ പറയാമല്ലോ കമൻറ്റേറ്ററെ, നിങ്ങൾ ഈ പറഞ്ഞു വന്ന ISROയിലോ ഈ പറഞ്ഞു വന്ന ബാർക്കിലോ DRDOയിലോ എല്ലാം ഇന്ത്യയുടെ സയൻറ്റിസ്റ്റ് പോസ്റ്റിലേക്ക് കയറിയാൽ നിങ്ങളുടെ കോളേജിലുള്ളവരും നിങ്ങളുടെ നാട്ടിലുള്ളവരും അവിടെയുള്ള എല്ലാവരും പണ്ട് കാലത്ത് നമ്മുടെ എൻജിനീയേഴ്സിനെയും ഡോക്ടേഴ്സിനെയൊക്കെ ബഹുമാനിച്ച പോലെ തന്നെ ബഹുമാനിക്കും. ഇവിടെ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് നിർത്തുന്നു. എന്താ നിർത്താമെന്ന് ഉദ്ദേശിക്കുന്നത് അറിയാം? ഇത് നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ക്ലാസ്സിൽ നിന്ന് പോകണ്ട, പക്ഷെ പറഞ്ഞ കാര്യം ഞാൻ ഒന്നുകൂടെ പറയാം. നമുക്ക് പണ്ട് കാലത്ത് ബഹുമാനം കിട്ടിയ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. എന്നാൽ ഞാൻ ഒരു കാര്യം പറയുന്നു. നിങ്ങളോട് നാട്ടുകാരെല്ലാം പറയുന്ന ഒരു കഥയുണ്ട്. 10ാം ക്ലാസ് കഴിഞ്ഞാൽ മക്കളെ തീർന്നു, ഇവിടുന്ന് നിങ്ങൾക്ക് ടേണിംഗ് പോയിന്റാണ് എല്ലാവരും പറയും. +2 ആയപ്പോഴും നിങ്ങൾ ഇതേ കഥ കേട്ടിട്ടുണ്ട്. ഈ എൻജിനീയറിങ്ങിൻ്റെ ഈ ഒരു +2 കഴിഞ്ഞൊന്ന് കഴിഞ്ഞു. എന്നാൽ ഞാൻ ഇനി കൃത്യമായിട്ട് പറയാം, അവരെല്ലാം പറഞ്ഞത് പൊളിയാണ്. സത്യത്തെ ഞാൻ പറയാലോ, ഈ എൻജിനീയറിംഗ് കഴിഞ്ഞ് നിനക്ക് ഇതുപോലെ വല്ല ISRO അല്ലെങ്കിൽ ബാർക്കോ DRDO അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നല്ല ജോലി നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇപ്പം ഞാൻ എല്ലാവരോടും ഈ ബാർക്ക് എഴുതണമെന്ന് ഞാൻ പറയില്ല, ഗേറ്റ് എഴുതണമെന്ന് ഞാൻ പറയില്ല. ഈ ഗേറ്റ് എഴുതിയതിൻ്റെ കാര്യത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കണം, അത് അടുത്ത് പറയാം. പക്ഷേ എന്തായാലും ഞാൻ പറയുന്നു, ഇങ്ങനെ എന്തെങ്കിലും ഒരു ജോലി കിട്ടി, ഇഫ് യു ഗോട്ട് ആസ് എന്നാ പറയുന്നത്, അല്ലെ ഇഫ് യു ഗെറ്റ് ആസ് ഒരു റിയൽ എഞ്ചിനീയർ ആയിട്ട് നിങ്ങൾക്ക് ജോലി കിട്ടിയാൽ ഞാൻ പിന്നെ പറയുന്നു, നിങ്ങൾ പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. നിങ്ങളുടെ ലൈഫ് വിൽ ചേഞ്ച്. അത് പിന്നെ ഞാൻ നിങ്ങൾക്ക് സാലറിയായി, നിങ്ങൾക്കൊരു പ്രസ്റ്റീജായി. യഥാർത്ഥത്തിൽ ഈ എഞ്ചിനീയർ ആകാൻ നിങ്ങളുടെ മാതാപിതാക്കളും നിങ്ങളും ഈ ഒരു ആഗ്രഹത്തോടെ തന്നെയാണ് വന്നിരിക്കുന്നത്. എനിക്കറിയാം. ഞാൻ പറഞ്ഞല്ലോ, ഇതൊന്നും ഒത്തിരി വിദൂരത്തിലുള്ളതൊന്നുമല്ല, നിങ്ങളെ പേടിപ്പിക്കാനും വേണ്ടിയല്ല പറഞ്ഞത്. പക്ഷെ ഒന്നുണ്ട്, ഇവിടെ ഒത്തിരി പേര് ഇപ്പോൾ എഞ്ചിനീയറിംഗ് പഠിക്കുന്നുണ്ട്. ഈ പഠനത്തിൽ എത്ര പേര് ഈ പറഞ്ഞ രീതിയിൽ എത്തുന്നുണ്ട് എന്നുള്ളൊരു ചോദ്യം അവിടെ പ്രസക്തമായ തന്നെയാണ് ഇന്നത്തെ കാലത്ത്. ഓക്കെ, അപ്പം നമ്മുടെ ചർച്ചയിൽ കൂടുതൽ കാര്യങ്ങളൊക്കെ വന്നു. ഓക്കെ അല്ലേ? വേറെ ആർക്കും സംശയങ്ങളൊന്നും ഇല്ലെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എനിവേ നമ്മൾ വീണ്ടും പറയുന്നു, ഓംസ് ലോയിൽ നമ്മൾ അസംഷൻസ് ഫിസിക്കൽ കണ്ടീഷൻ പറഞ്ഞു, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് പറഞ്ഞു. അത് രണ്ടും നിലനിർത്തിക്കൊണ്ട്, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ട് നിലനിർത്തിക്കൊണ്ട് ഫിസിക്കൽ കണ്ടീഷൻ ആണെങ്കിൽ വോൾട്ടേജ് പ്രപ്പോർഷണൽ ടു കറണ്ടാണ്. അപ്പോൾ നമ്മൾ പറയുന്നത് 10 വോൾട്ടേജ് 2 ഓമിന് അക്രോസ് കൊടുത്താൽ നമുക്ക് അകത്തേക്കുള്ള കറണ്ട് എത്ര ആയിരിക്കും ചോദിച്ചാൽ 5 ആംപിയർ. ക്ലിയർ അല്ലേ? 5 ആംപിയർ ആ കറണ്ട് ആയിരിക്കും അതിൻ്റെ അകത്ത് ഒഴുകുന്നത്. ഇനി 5 ആംപിയർ കറണ്ട് ഈ 2 ഓമിന് അക്രോസ് ഒഴുകുകയാണെങ്കിൽ അക്രോസ് നമുക്ക് എത്ര വോൾട്ട് ഉണ്ടാവും? 10 വോൾട്ട് ഉണ്ടാവും. ഇതെന്തിനാണ് ഇങ്ങനെ പറയുന്നറിയോ? നമ്മൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഇത് ആവശ്യം വരുന്നുണ്ട്. നമ്മൾ ഇന്ന് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും പ്രോബ്ലം കാണുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് മനസ്സിലാവും ഞാനെന്താ പറഞ്ഞെന്നുള്ളത്. അപ്പം നമ്മൾ ഓംസ് ലോയെ കുറിച്ച് ഒന്നുകൂടെ പറയുകയാണെങ്കിൽ നമ്മൾ 2 രീതിയിൽ പറയും. 10 വോൾട്ടേജ് ഇതിന് അക്രോസ്, ഏത് ഈ പറഞ്ഞ 2 ഓമിന് അക്രോസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന കറണ്ട് 5 ആംപിയർ ആയിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ 5 ആംപിയർ 2 ഓമിന് അക്രോസ് ഒഴുകുന്നുണ്ടെങ്കിൽ ഇതിന് അക്രോസ് എത്ര വോൾട്ടേജ് വന്നേ പറ്റുള്ളൂ? 10 വോൾട്ടേജ് വന്നേ പറ്റുള്ളൂ. നമ്മളപ്പോൾ ഇനിയും പറയുന്നത് ഒരു 20 വോൾട്ടാണ് കൊടുത്തത്. അങ്ങനെയാണ് നമ്മളെന്ന് പറയും 20 ഈ പറഞ്ഞു വന്ന /2 10 ആംപിയർ ആക്കി. ഓക്കെ അല്ലേ? ഇനി അടുത്ത 30 വോൾട്ടാണ് കൊടുത്തത്. 30 വോൾട്ട് /2 ഓം = 15 ആംപിയർ. അപ്പം നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇവിടെ വോൾട്ടേജ്, ഇവിടെ കറണ്ട് വേണമെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്ന ലൈൻ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഇവിടെ നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, 10 വോൾട്ട് കൊടുത്ത സമയത്ത് 2 ഓം ആയതുകൊണ്ട് 5 ആംപിയർ കിട്ടി. 20 വോൾട്ട് കൊടുത്ത സമയത്ത് 10 ആംപിയർ കിട്ടി. 30 വോൾട്ട് കൊടുത്ത സമയത്ത് 15 ആംപിയർ കിട്ടി. ഇങ്ങനെ പോകും. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇതേപോലെ തന്നെ ഇവിടെ 10 വോൾട്ട് കൊടുത്തു. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ 10 വോൾട്ട് കൊടുത്തു. ഇവിടെ 0 വോൾട്ട് കൊടുത്തു. ആ സമയത്ത് എങ്ങനെയായിരിക്കും? കറണ്ട് ഇങ്ങോട്ടായിരിക്കും ഒഴുകുന്നത്.
2 ഓമിന് ക്രോസ് 10 വോൾട്ട് കൊടുത്താൽ 5 ആംപിയർ ഇങ്ങോട്ടായിരിക്കും ഒഴുകുന്നത്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മൾ പറഞ്ഞു വരുന്നതെല്ലാം ഓക്കെയാണ്. അപ്പം ഒറ്റ കാര്യം മനസ്സിലാക്കേണ്ടേ ഉള്ളൂ, നമ്മുടെ ഈ പറഞ്ഞു വന്ന ഓരോ സമയത്തും ഇവിടെ 10 വോൾട്ടേജ് -5 ആംപിയർ, -10 വോൾട്ട് കൊടുത്ത സമയത്ത്, അതേപോലെ തന്നെ -20 വോൾട്ട്, +20 അല്ല -20 വോൾട്ട്, ആ സമയത്ത് -10 ആംപിയർ. അപ്പം നമുക്ക് മനസ്സിലായി നമുക്കൊരു സ്ട്രെയിറ്റ് ലൈനാണ് കിട്ടുന്നത്. സ്ട്രെയിറ്റ് ലൈൻ പാസിങ് ത്രൂ ദി ഒറിജിൻ. ഇതാണ് ശരിക്കും എന്താണ് പറയുന്നത്, ലീനിയർ ആണെന്ന് പറയുന്നത്. നമ്മൾ പറയും വോൾട്ടേജും കറണ്ടും വരുന്ന പ്ലെയിനിൽ റെസിസ്റ്റൻസ് എന്താണ്, ലീനിയർലി പ്രൊപ്പോർഷനാണ്. ഇഫ് പ്രൊവൈഡഡ് എന്താണ് പറയുന്നത്, നമ്മുടെ ഫിസിക്കൽ കണ്ടീഷൻസും ടെമ്പറേച്ചറും മാറാൻ പാടില്ല. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതാണ് ഇതിൻ്റെ കണ്ടീഷൻസ് ആയിട്ട് വരുന്നത്. അവിടെ നമുക്ക് പറയാവുന്ന കുറച്ച് പോയിന്റുകൾ എന്താണെന്നറിയോ, ഈ പറയുന്ന ഓംസ് ലോ ബേസിസിൽ നമുക്ക് സംസാരിക്കാവുന്നത് ആദ്യം നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് വോൾട്ടേജ് ഡിവിഷൻ റൂൾ. ഇവിടെ നമ്മളൊരു വോൾട്ടേജ് കൊടുത്തിട്ടുണ്ട്, വി എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കറണ്ട് എന്തുണ്ട്, ഐ ഉണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ വി എന്ന് പറഞ്ഞ 10 വോൾട്ടേജ് ആണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ഈ പറയുന്ന ഇതിൻ്റെ അകത്തേക്കുള്ള കറണ്ട് എത്ര ആയിരിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആ സമയത്ത് 2 ഓം ഉണ്ട് 3 ഓം ഉണ്ട്. ഇത് രണ്ടും ഇപ്പം എന്താണ്, സീരീസ് ആണ്. ക്ലിയർ അല്ലേ? സീരിയസ് ആയിട്ടുള്ള രണ്ട് റെസിസ്റ്റൻസ് ആണ് ഈ 2 ഓമും 3 ഓമും. അതുകൊണ്ട് തന്നെ ഇക്വലന്റ് റെസിസ്റ്റൻസ് R=, ഇത് R1 എന്ന് വിളിച്ചു, ഇത് R2 ജനറൽ ആയിട്ട് വിളിക്കുകയാണെങ്കിൽ R=, എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, R1 + R2. ഇതെന്തുകൊണ്ടാണ്, സീരിയസ് ആണ്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് +2. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറയുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ എന്ത് പറയാം, വോൾട്ടേജ് ഡിവൈഡഡ് ബൈ R= എന്ന് പറഞ്ഞാൽ 10/5 2 ആംപിയർ. അവിടെ നമുക്കറിയാം ഇത് 2 ആംപിയർ ആയി. അങ്ങനെയാണെങ്കിൽ ഇവിടെ പോസിറ്റീവും ഇവിടെ നെഗറ്റീവും ആയിരിക്കും. ഇതിന് കാരണം എന്താണെന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ പറയുന്നത്. ഇതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു റെസിസ്റ്റൻസിൽ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു, ഇവിടെ നമ്മൾ ഉദാഹരണം പറഞ്ഞത് 10 വോൾട്ടേജ് കൊടുത്താട്ടെ, പോസിറ്റീവ് നെഗറ്റീവ്. ഇവിടെ 2 ഓം നമ്മൾ പറഞ്ഞു ഉദാഹരണം ആദ്യം, ശരിയല്ലേ? ആ ഉദാഹരണത്തിൽ നിന്ന് നമ്മൾ ഇവിടെ പറയുന്നു ഈ 10 വോൾട്ടേജ് കൊടുക്കുന്ന സമയത്ത് അകത്തേക്കുള്ള കറണ്ട് എത്രയാണ്, 5 ആംപിയർ ആണ്. ഇവിടെ നമ്മൾ പറഞ്ഞു വന്നത് പോസിറ്റീവ് ഇവിടെ വന്നു, നെഗറ്റീവ് ഇവിടെ വന്നു. അപ്പോൾ എപ്പോഴും കറണ്ട് ഒഴുകുന്ന നമ്മൾ പറയുന്നത് പോസിറ്റീവ് ടു നെഗറ്റീവ് ആയിട്ടാണ് റെസിസ്റ്റൻസിൽ. ഇതിന് കാരണമുണ്ട്. എന്താണെന്നറിയോ, യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഈ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ പവർ ഡിസപ്പേറ്റ് ചെയ്യാണ്, പവർ ഡിസപ്പേറ്റ് ചെയ്യാണ്. യഥാർത്ഥത്തിൽ നമ്മൾ പറയും 2 രീതികളേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ പറയും ഇതിനെ പാസീവ് എലമെന്റ് എന്ന് പറയും. അപ്പോൾ പവർ ഡെലിവർ ചെയ്യുന്നതിനെ ആരെന്ന് പറയും, പവർ ഡെലിവർ ചെയ്യുന്നവർ നമ്മളെന്ത് വിളിക്കും, ആക്റ്റീവ് എലമെന്റ്. അപ്പോൾ നമ്മൾ 2 കാര്യം പറഞ്ഞു, ഒന്ന് പാസീവ് എലമെന്റും ഉണ്ട്, ഒന്ന് ആക്റ്റീവ് എലമെന്റും ഉണ്ട്. റെസിസ്റ്റൻസ് ആരാണ്, എപ്പോഴും പാസീവ് എലമെന്റാണ്. അതിനൊരിക്കലും എനർജി ഉണ്ടാക്കാനൊന്നും കഴിയില്ല. അങ്ങനെ വരുന്ന എലമെന്റിനെ, അല്ലെങ്കിൽ പവർ ഡിസപ്പേറ്റ് ചെയ്യുന്ന എലമെന്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് പാസീവ് എലമെന്റ്. ക്ലിയർ അല്ലേ? അങ്ങനെയുള്ള എലമെന്റിൽ എപ്പോഴും റെസിസ്റ്റൻസിൻ്റെ അത്, അല്ലെങ്കിൽ ആ എലമെന്റിൽ എപ്പോഴും പോസിറ്റീവ് ടു നെഗറ്റീവ് ആയിരിക്കും കറണ്ട് ഒഴുകുന്നത്. ഇത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ അതിന് ഉദാഹരണം വേണം പറയാം. നമ്മുടെ വീട്ടിൽ മോട്ടറിൻ്റെ അകത്ത് വെള്ളം അടിച്ചു വെച്ചിട്ടുണ്ട്. ഈ വെള്ളം താഴേക്ക് തന്നെ വരും. എങ്ങനെ? ഈ പറയുന്ന ഒരു പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് നമ്മുടെ ടാങ്കിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ആ എനർജി ലൂസ് ചെയ്താണ്, അല്ലെങ്കിൽ പവർ ഡിസപ്പേറ്റ് ചെയ്താണ് വെള്ളം താഴേക്ക് വരുന്നത്, ശരിയല്ലേ? എന്നാൽ അപ്പോൾ മനസ്സിലായി, പൊട്ടൻഷ്യൽ എനർജി ഹയറിൽ നിന്ന് ലോവറിലേക്ക്. അത് തന്നെയാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്, പൊട്ടൻഷ്യൽ എനർജി പോസിറ്റീവ് ടു നെഗറ്റീവ് കറണ്ട് ഒഴുകിയാൽ ആ എലമെന്റ് എന്താണ്, പവർ ഡിസപ്പേറ്റ് ചെയ്യാണ്, പാസീവ് എലമെന്റാണ്. ഇനി പവർ ഡെലിവറി ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്താണ്, ആക്റ്റീവ് എലമെന്റ്. അങ്ങനെ പവർ ഡെലിവറി ചെയ്യുന്നുണ്ടെങ്കിൽ ആ എലമെന്റ്, ഇപ്പോൾ ഒരു എലമെന്റ് എടുത്തു,
ഒരു എലമെൻ്റ് എടുത്തു, പോസിറ്റീവ് നെഗറ്റീവ് എഴുതി, ഈ പറയുന്ന കറണ്ട് അകത്തേക്ക് വിട്ടാൽ വോൾട്ടേജ് ഉണ്ട്. റെസിസ്റ്റൻസ് ആണെങ്കിൽ ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യലാണ് ഇത് ചെയ്യുന്നതെങ്കിൽ, കറണ്ട് ഒഴുകുന്നെങ്കിൽ നമ്മൾ പറഞ്ഞു പവർ ഡിസപ്പേറ്റ് ചെയ്യുകയാണ്. ആ എലമെൻ്റ് ഇതായി. അങ്ങനെ തിരിച്ചാണ് നമ്മൾ കറണ്ട് വെക്കുന്നത്. എന്ന് പറഞ്ഞാൽ ലോവർ പൊട്ടൻഷ്യലിൽ നിന്ന് ഹയർ പൊട്ടൻഷ്യലോട്ട്, ഇത് റെസിസ്റ്റൻസ് അല്ല, ഏതോ ഒരു എലമെൻറ്റ്, ആ എലമെൻറ്റ് അപ്പോൾ എന്തായിരിക്കണം? ഡെലിവറിങ് ആയിരിക്കണം. ഇതിലെ ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ, സാർ ഡിസപ്പേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസപ്പേറ്റ് എന്ന് പറഞ്ഞാൽ പവർ കൺസ്യൂം ചെയ്യുക. നമ്മൾ ഉദാഹരണം ഞാൻ പറയാം. പവർ കൺസ്യൂം ചെയ്ത് ഈ റെസിസ്റ്റൻസ് എന്തായിട്ട് വിടുമെന്നറിയോ? ഹീറ്റായിട്ട് പുറത്തു വിടും. അപ്പോൾ ആ പറയുന്ന ഇലക്ട്രിക്കൽ എനർജി അല്ലെങ്കിൽ സർക്യൂട്ടിൽ ഉണ്ടായിരുന്ന ഇലക്ട്രിക്കൽ എനർജി എന്തായിട്ട് കൺവെർട്ട് ചെയ്യപ്പെട്ടു? റെസിസ്റ്റൻസ് ഹീറ്റായിട്ട് ഡിസപ്പേറ്റ് ചെയ്ത് പുറത്തു വിടും. ക്ലിയർ അല്ലേ? മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്നാൽ നമ്മുടെ സോഴ്സ് ഇരിക്കുന്നു. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ഇച്ചോടെ കഴിഞ്ഞിട്ട് പറയും വോൾട്ടേജ് സോഴ്സ്. ഈ വോൾട്ടേജ് സോഴ്സ് ഇപ്പോൾ 10 വോൾട്ടേജ് ആണ്. ഇതിൻ്റെ അകത്തുള്ള കറണ്ട് 2 ആംപിയറും ആണെങ്കിൽ നമ്മളിപ്പോൾ കാണിച്ചേക്കുന്നുണ്ടോ? നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ് കറണ്ട് ഒഴുകുന്നത്. മുകളിലേക്കല്ലേ കറണ്ട് ഒഴുകുന്നത് കാണിച്ചേക്കുന്നത്, 2 ആംപിയർ ഡയറക്ഷൻ കാണിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് പറയാൻ പറ്റും 2 × 10 20 വാട്ട്. ഈ 20 വാട്ട് എന്താണ്? ഡെലിവറിങ് ആണ്. ഇതിലെ ഓക്കെ അല്ലേ പറഞ്ഞു വരുന്നത്? പവർ ഡിസപ്പേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ, ആ പറയുന്ന എലമെന്റ് പവർ കൺസ്യൂം ചെയ്യുന്നു, അല്ലെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് അത് ഹീറ്റോ അല്ലെങ്കിൽ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ബൾബ് എന്താ ചെയ്യുന്നത്? ഇലക്ട്രിക്കൽ എനർജിയെ യൂസ് ചെയ്തിട്ട് അതെന്ത് ചെയ്യുന്നു? ആ എനർജിയെ നമ്മൾ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? ലൈറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ക്ലിയർ അല്ലേ? ഇപ്പോൾ മോട്ടർ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇലക്ട്രിക്കൽ എനർജിയെ കൺവേർട്ട് ചെയ്തിട്ട് അതെന്താക്കി മാറ്റുന്നു? മെക്കാനിക്കൽ എനർജിയാക്കി മാറ്റുന്നു. ഇവിടെ എല്ലാം ആക്റ്റീവ് പവറിൻ്റെ കാര്യം നമ്മൾ ചർച്ച ചെയ്യുന്നത്. കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും ഇതിൽ നമ്മൾ ചർച്ച ചെയ്യും റിയാക്റ്റീവ് പവർ. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊന്നുമല്ല. എന്താണ് പാസീവ് എലമെൻറ്റ്, എന്താണ് ആക്റ്റീവ് എലമെൻറ്റ്? ആക്റ്റീവ് എലമെൻറ്റിൽ പാസീവ് എലമെൻറ്റിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, എങ്ങനെയാണ് കറണ്ട് ഡയറക്ഷൻ ആ എലമെൻറ്റിൽ വരുന്നത്? ഈ പറയുന്ന പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ് കറണ്ട് അകത്തേക്കാണ് ഒഴുകുന്നെങ്കിൽ. അപ്പോൾ അതിപ്പോൾ പറയുകയാണെങ്കിൽ ഈ പറഞ്ഞു വന്ന് ഇവിടെ ഇപ്പം കറണ്ട് നമ്മൾ അകത്തേക്കാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ കറണ്ട് ഒഴുകിയാൽ ആ പറയുന്ന എലമെന്റ് എന്ത് ചെയ്യുന്നു? പവർ ഡിസപ്പേറ്റ് ചെയ്യുന്നു. ഇനിയും ലോവർ പൊട്ടൻഷ്യലിൽ നിന്ന് ഹയർ പൊട്ടൻഷ്യലിലോട്ട് കറണ്ട് ഒഴുകിയാൽ ആ പറയുന്ന എലമെന്റ് എന്ത് ചെയ്യുന്നു? പവർ ഡെലിവറി ചെയ്യുന്നു. അത് ആക്റ്റീവ് എലമെന്റ് ആണ്. അതാണ് നമുക്കൊന്നുകൂടെ പറയാം. നമ്മുടെ വീട്ടിൽ ടാങ്കിലിരിക്കുന്ന വെള്ളം അവിടെ നിന്ന് താഴേക്ക് ഒഴുകുന്നു എന്ന് പറഞ്ഞാൽ അത് പവർ ഡിസപ്പേറ്റ് ചെയ്ത് എങ്ങോട്ട് വന്നു? പവർ ഡിസപ്പേറ്റ് ചെയ്ത് ആ വെള്ളം ശരിക്കും താഴോട്ട് ഒഴുകി എന്ന് പറഞ്ഞാൽ ആ പൊട്ടൻഷ്യൽ എനർജി അതെന്ത് ചെയ്തു? ലൂസ് ചെയ്തു. അതുകൊണ്ടാണ് അത് താഴേക്ക് ഒഴുകുന്നത്. എന്നാൽ താഴെ ഇരിക്കുന്ന അല്ലെങ്കിൽ കിണറ്റിലുള്ള വെള്ളം ടാങ്കിലേക്ക് കയറി പോകുന്നുണ്ടെങ്കിൽ ഇടയ്ക്കിരിക്കുന്ന മോട്ടർ ആ വെള്ളത്തിന് ഒരു എനർജി ഡെലിവറി ചെയ്യുന്നുണ്ട്. ശരിയാണോ? അല്ലെങ്കിൽ ആ പറഞ്ഞ എനർജി ഡെലിവർ ആകുന്നതുകൊണ്ടാണ് വെള്ളം എങ്ങോട്ട് കയറി പോകുന്നത്? ഹയർ പൊട്ടൻഷ്യലോട്ട് പോകുന്നത്. എന്ന് പറഞ്ഞ പോലെയാണ് ഒരു എലമെന്റിൽ പോസിറ്റീവ് ടു നെഗറ്റീവ് കറണ്ട് ഒഴുകിയ ഹയർ പൊട്ടൻഷ്യലിൽ നിന്ന് ലോവറിലോട്ടാണ് കറണ്ട് ഒഴുകുന്നത്, ഡിസപ്പേറ്റിംഗ് ഓർ കൺസ്യൂമിങ്. ഇതെന്താണ്? പാസീവ്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. എന്നാൽ ഒരു എലമെന്റിൽ പോസിറ്റീവ് ടു നെഗറ്റീവ് കറണ്ട് അല്ല, നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ് കറണ്ട് ഒഴുകുന്നത്. തിരിച്ചാണ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഡയറക്ഷൻ. ഇത് ഡെലിവറിങ് ആണ് എന്ന് പറഞ്ഞാൽ അത് ഏത് എലമെന്റ് ആണ്? ആക്റ്റീവ് എലമെന്റ് ആണ്. നമ്മളിപ്പോൾ വെള്ളത്തിൻ്റെ കേസ് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ആ പറയുന്ന മുകളിലിരിക്കുന്ന ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ കറണ്ട് എന്ന് പറയുമ്പോൾ ഇവിടെ വെള്ളത്തിന് ഉദ്ദേശിക്കുന്നത് കറണ്ടിൻ്റെ ഫ്ലോ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെയാണ് ഇലക്ട്രോണിൻ്റെ ഫ്ലോ ആണല്ലോ നമ്മുടെ കറണ്ട്. നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ചർച്ച ചെയ്ത് വരുന്നുണ്ട്. എനിവേ ഇപ്പം നമ്മൾ ബേസിക് ആയിട്ട് ഇവിടുന്ന് തന്നെ തുടങ്ങാം. അപ്പോൾ പാസീവ് ആക്റ്റീവ് എലമെന്റ് നമ്മൾ പറഞ്ഞു വരുമ്പോഴത്തേക്കും, പാസീവ് എലമെന്റ് എന്ന് പറഞ്ഞാൽ ഒറ്റ കാര്യം ആലോചിച്ചോളുക, പവർ കൺസ്യൂം ചെയ്യുന്നതാണ്. ആക്റ്റീവ് എലമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പവർ ഡെലിവറി ചെയ്യുന്നത്.
എങ്ങോട്ട്? ഇലക്ട്രിക്കൽ സർക്യൂട്ടിലോട്ട്. അതാണ് വ്യക്തമായിട്ട് മനസ്സിലാവേണ്ടത്. ഇലക്ട്രിക്കൽ സർക്യൂട്ടിലോട്ട് അല്ലെങ്കിൽ ഇലക്ട്രിക് സർക്യൂട്ടിലെ എനർജിയെ കൺസ്യൂം ചെയ്യുന്നവരെ ആര് വിളിച്ചു? പാസീവ് എലമെന്റ് എന്നും. ഇലക്ട്രിക്കൽ സർക്യൂട്ടിലോട്ട് എനർജി ഡെലിവറി ചെയ്യുന്ന അല്ലെങ്കിൽ എലമെന്റിനെ എന്ത് വിളിച്ചു? ആക്റ്റീവ് എലമെന്റ് എന്ന് വിളിച്ചു. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അവിടെ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ആക്റ്റീവ് എലമെന്റിൽ നെഗറ്റീവ് ടു പോസിറ്റീവ് ആയിരിക്കും കറണ്ട് കൊടുക്കുന്നത്, പാസീവ് എലമെന്റിൽ പോസിറ്റീവ് ടു നെഗറ്റീവ് ആയിരിക്കും കറണ്ട് കൊടുക്കുന്നത്. എല്ലാം ക്ലിയർ അല്ലേ? അപ്പോൾ ഏകദേശം എല്ലാ കാര്യങ്ങളും ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. സംശയമുണ്ടോ ചോദിക്കുക. വേറെ എന്തെങ്കിലും ഉണ്ടോ ഇതിലെ? ഗ്രേസ്, വേറെ സംശയം വല്ലതും ഉണ്ടോ? ഓക്കെ അല്ലേ? മുമ്പോട്ട് പോകാമോ? 2 ohm റെസിസ്റ്റൻസ് ഉണ്ട്, 3 ohm റെസിസ്റ്റൻസ് ഉണ്ട്. അത് രണ്ടും സീരിയസ് ആയിട്ടിരിക്കുന്നു. ഇവിടെ പോസിറ്റീവ് കൊടുത്തു, ഇവിടെ നെഗറ്റീവ് കൊടുത്തു. കൊടുത്ത വോൾട്ടേജ് 10 വോൾട്ടാണ്. ഇത് രണ്ടും സീരിയസ് ആയതുകൊണ്ട് 2 ohm 3 ohm ആഡ് ചെയ്തു 5 ohm ആയി. അവിടെ കറണ്ട് കൊണ്ട് വിടുന്നത് 2 ആംപിയർ കിട്ടി. ഇവിടെ വരെ ക്ലിയർ ആണ്. ഇവിടെ നമ്മൾ ഇനി പറയുന്ന ഒരു പോയിന്റ് ഉണ്ടെന്ന് അറിയോ? നമ്മൾ നമ്മുടെ പഴയ സർക്യൂട്ട് തന്നെ നമ്മൾ വരച്ചു. ഇവിടെ -10 വോൾട്ട്, ഇവിടെ -20 വോൾട്ട്. റെസിസ്റ്റൻസ് നമ്മുടെ 2 ohm തന്നെ. കറണ്ട് I എന്തായിരിക്കും? നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ ഞാൻ ചോദിച്ചൊരു 5 സെക്കൻഡ്സ് താമസിക്കുന്നുണ്ട്. എടാ, ഞാൻ അതുകൊണ്ട് വെയിറ്റ് ചെയ്യുന്നില്ല, ഞാൻ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ പറഞ്ഞു വരുന്നുണ്ടെന്ന് ചോദിച്ചാൽ, -10 വോൾട്ടേജ് ഇവിടെ ഉണ്ട്, -20 വോൾട്ട് ഉണ്ട്. പറയാമോ നിങ്ങൾക്ക്? ഞാൻ വെയിറ്റ് ചെയ്യാന്നാൽ. ഇവിടെ നമ്മൾ പറഞ്ഞു വരുമ്പം, എടാ ഇവിടെ നമ്മൾ -10 വോൾട്ട്, ഇവിടെ -20 വോൾട്ട്. വിത്ത് റെസ്പെക്ട് ടു -20 വോൾട്ട്, ഈ -10 എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറഞ്ഞു വരുന്നത് ഇവിടെ പൊട്ടൻഷ്യലിന്റെ ഡിഫറൻസ് ആണ് ഈ റെസിസ്റ്റൻസിന് അക്രോസ് വരുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു -20 വോൾട്ട്, ഈ -10 എന്ന് പറയുന്ന 5 ആംപിയർ. റൈറ്റ്. യെസ്. അവിടെ 5 ആംപിയർ പറഞ്ഞു അല്ലേ? ഓക്കെ, 5 ആംപിയർ. അവിടെ നമ്മൾ പറഞ്ഞു വരുന്നത് 10/2 5 ആംപിയർ എന്ന് വരും. അപ്പം നമ്മൾ പറഞ്ഞു വന്ന പോയിന്റ് ഇത് തന്നെയാണ്. വിത്ത് റെസ്പെക്ട് ടു ദിസ് പോയിന്റ്, ഇപ്പുറത്തെ ടെർമിനൽ വെച്ച് നോക്കുമ്പോൾ ഇവിടെ എന്താണ്? 10 കൂടുതലാണ്. അതുകൊണ്ട് ഇത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണ്? 10 തന്നെയാണ്. 2 ohmന് അക്രോസ് 10 വോൾട്ടേജ് കൊടുത്താൽ 5 ആംപിയർ ഒഴുകിയിരിക്കും. ക്ലിയർ ആണ്? ഉറപ്പാണ്? യെസ്. അനവധ്യ 5 ആംപിയർ. ഓക്കെ അല്ലേ? റൈറ്റ് അല്ലേ? റൈറ്റ്. വെരി ഗുഡ് കേട്ടോ. അപ്പം നമ്മൾ പറഞ്ഞു വരുന്ന 5 ആംപിയർ ആണ് കറണ്ട്. അപ്പോൾ ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്, നമ്മൾ പൊട്ടൻഷ്യൽ അല്ല ചിന്തിക്കുന്നത്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് ചിന്തിക്കുന്നത്. ശരിയല്ലേ? അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു -20 വോൾട്ട്, ഇവിടെ -10 ആയതുകൊണ്ട് 5 ആംപിയർ തന്നെ അകത്തേക്കുള്ളൂ. വീണ്ടും നമ്മൾ പറയുന്നു, എപ്പോഴും ഹയർ പൊട്ടൻഷ്യലിൽ നിന്ന് ലോവർ പൊട്ടൻഷ്യലിൽ റെസിസ്റ്റൻസിലൊഴുകുള്ളൂ. ഇതെല്ലാം നമുക്ക് കുറച്ച് കഴിയുമ്പം നമ്മുടെ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ആവശ്യം വരുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ ഒന്നുകൂടെ ഇതിൻ്റെ റെസിസ്റ്റൻസിനെ കുറിച്ച് പറയുമ്പോൾ ഒരു പോയിന്റ് പറയുന്നുണ്ട്. ഇവിടെ നമ്മൾ 10 വോൾട്ട് പറഞ്ഞു, ഇവിടെ 0 വോൾട്ട് പറഞ്ഞു, ഇവിടെ 2 ohm പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റിലെ വോൾട്ടേജ് എന്തായിരിക്കും? നമ്മൾ പറയുന്നത് വേറൊരു മെഷർ വെച്ച് പറയുകയാണെങ്കിൽ, ഈ പച്ച കുത്തിരിക്കുക അല്ലെങ്കിൽ പച്ച പോയിന്റിലുള്ള പൊട്ടൻഷ്യൽ എത്ര ആയിരിക്കും? അനവധ്യ പറയാവോ? ഇതിൻ്റെ അല്ലെങ്കിൽ ഈ പോയിന്റിൽ വരുന്ന റെസിസ്റ്റൻസ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എത്ര ആയിരിക്കും, അല്ലെങ്കിൽ വോൾട്ടേജ് എത്ര ആയിരിക്കും? ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന വോൾട്ടേജ് ഈ ടെർമിനൽ, ഇത് B എന്ന് പറഞ്ഞ ടെർമിനൽ, ഇത് A എന്ന് പറഞ്ഞ ടെർമിനൽ. A എന്ന് പറഞ്ഞ ടെർമിനലിൽ 10 വോൾട്ട് കൊടുത്തു, B എന്ന് പറഞ്ഞ ടെർമിനലിൽ 0 വോൾട്ട് എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞു വന്ന ഇവിടുത്തെ പൊട്ടൻഷ്യൽ എത്ര ആയിരിക്കും? അതേപോലെ തന്നെ ഈ പറയുന്ന ഇവിടുത്തെ പൊട്ടൻഷ്യൽ. അപ്പം നമ്മളിതൊന്ന് സംസാരിക്കുകയാണെങ്കിൽ 10 വോൾട്ട് തന്നെ, ശരിയല്ലേ? അപ്പോൾ ശരിയാണ്. ഇതിൽ അവിടെ പറഞ്ഞു വന്നത് എന്താണെന്നറിയോ? ഈ പറഞ്ഞ ഈ പോയിന്റിലെ വോൾട്ടേജും 10 വോൾട്ട് ആയിരിക്കും, ഈ പോയിന്റിലെ വോൾട്ടേജ് 0 വോൾട്ട് ആയിരിക്കും. ഇത് നമ്മൾ പറയുന്നത് എന്താണ്? ഒരു സേർട്ടൺ പാർട്ടിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഉള്ളൂ, സേർട്ടൺ പാർട്ടിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ പറയുന്നതാണ് എന്ത്? ലംപ്ഡ് നെറ്റ്വർക്ക്.
അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണെന്നറിയോ, ഈ പാർട്ടി മുഴുവൻ ഷോർട്ട് സർക്യൂട്ടാണ്. ഇവിടെ നമ്മളൊരു കൺസെപ്റ്റൂടെ പറഞ്ഞു പോകുന്നുണ്ട്. അതുകൊണ്ട് അതിനുവേണ്ടിയാണ് ഇപ്പോൾ സംസാരിച്ചത്. ഈ ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കുന്നത് പറഞ്ഞാൽ നമ്മൾ ആ സംസാരിക്കുന്നതെന്നറിയോ, ഈ പറയുന്ന സ്ഥലങ്ങളിലെല്ലാം ഇക്വ പൊട്ടൻഷ്യലാണ്. ഇത് നമുക്ക് കുറച്ചുകൂടെ കഴിയുമ്പോൾ ആവശ്യം വരുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ഇവിടെയെല്ലാം നമുക്കറിയാം, ഈ പറയുന്ന പാർട്ടിൽ ഇവിടെയെല്ലാം എന്താണ്, റെസിസ്റ്റൻസ് ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് ഇതെല്ലാം 0 വോൾട്ടാണ് എന്ന് പറഞ്ഞാൽ ഈ പോയിന്റും സെയിം തന്നെയാണ്, അല്ലാതെ അത് തമ്മിൽ ഡിഫറൻസ് ഒന്നുമില്ല. ഇത് നമുക്ക് ആവശ്യം വരുന്നുണ്ട്. അതുകൊണ്ടാണ് റിപ്പീറ്റായിട്ട് നമ്മൾ വീണ്ടും പറയുന്നത്. ഇതേപോലെ തന്നെ ഈ പാർട്ടി, ഈ പച്ച വരയ്ക്കുന്ന സ്ഥലം കണ്ടോ, ഈ സ്ഥലങ്ങളിലൊന്നും തന്നെ എന്തില്ല, റെസിസ്റ്റൻസ് ഇല്ല. അതുകൊണ്ട് ഇതും ഇക്വ പൊട്ടൻഷ്യലാണ്. അപ്പോൾ ഷോർട്ട് സർക്യൂട്ട് ആയെന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്, ഇക്വ പൊട്ടൻഷ്യൽ സർഫസ് ആണ്. അവിടെ റെസിസ്റ്റൻസ് ഇല്ല. അത് രണ്ടും ഒരു പോയിന്റ് തന്നെയാണെന്ന് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാൻ പറ്റും. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇതേപോലെ നമുക്ക് വീണ്ടും പറയാവുന്നൊരു പോയിന്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്കറിയാം 5 ആമ്പർ കറണ്ടാണ് ഒഴുകുന്നത്. ഈ പറയുന്ന ഈ 2 ഓം എന്ന് പറയുന്ന ഒരു സേട്ടൻ പാർട്ടിലാണ്. അങ്ങനെ നമ്മൾ എല്ലാ നെറ്റ്വർക്കിനെ അനലൈസ് ചെയ്യുന്ന സമയത്ത് മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ, നമുക്ക് ഈ പറഞ്ഞു വന്ന നമ്മുടെ നെറ്റ്വർക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞു വന്ന ഇത് ലംപ്ഡ് നെറ്റ്വർക്കാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ സർക്യൂട്ട് തിയറംസും ഓംസ് ലോയും നോഡലും കേസിലും എല്ലാം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഈ സമയത്ത് മാത്രമായിരിക്കും. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് നമ്മുടെ റെസിസ്റ്റൻസ് എന്താണ്, ബേസിക് ആയിട്ട് ഒരു റെസിസ്റ്റൻസിൻ്റെ ഓംസ് ലോ എന്താണെന്ന് പറഞ്ഞു. അതിൻ്റെ പ്രൊവൈഡർ കണ്ടീഷൻ നമ്മൾ എന്താണെന്ന് പറഞ്ഞു. ഇപ്പം നമ്മൾ പറയുന്നത് റെസിസ്റ്റൻസ് സീരീസ് ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞു. പാസീവ് എന്താണ്, ആക്റ്റീവ് എലമെന്റ് എന്താണെന്ന് നമ്മൾ സംസാരിച്ചു. കൂടെ തന്നെ നമ്മൾ ഈ പറഞ്ഞു വന്ന ഇക്വ പൊട്ടൻഷ്യൽ എന്താണെന്ന് പറഞ്ഞു. ഇതേപോലെ നമ്മൾ പറയുന്നു, ഇവിടെ നമ്മുടെ റെസിസ്റ്റൻസ് R =ഇൻഫൈനൈറ്റ് ആവും എന്ന് പറഞ്ഞാൽ നമ്മളത് ഇക്വലൻ്റ് ആയിട്ട് പറയുമ്പോൾ നമ്മൾ എങ്ങനെ പറയുന്നറിയോ, ഓപ്പൺ സർക്യൂട്ടായിട്ട് കാണിക്കുക. ഓക്കെ അല്ലേ? അങ്ങനെ ഓപ്പൺ സർക്യൂട്ടായിട്ടിരിക്കുന്ന സമയത്ത് ഈ പറയുന്ന പോയിന്റിൽ എയിലെ പൊട്ടൻഷ്യൽ എത്രയാണ്? ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇവിടെ നമ്മൾ വീണ്ടും 10 വോൾട്ട് തന്നെ കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റിലെ വോൾട്ട് എത്രയായിരിക്കും ചോദിച്ചാൽ 10 വോൾട്ടേജ്, ഈ പോയിന്റിലെ വോൾട്ട് എത്രയായിരിക്കും ചോദിച്ചാൽ 0 വോൾട്ടേജ്. ഇത് ക്ലിയർ അല്ലേ? അപ്പം നമുക്കറിയാവുന്നൊരു പോയിന്റ് ഉണ്ട്, എയിലും ബിയിലും പൊട്ടൻഷ്യൽ എത്രയാണോ അതേ പൊട്ടൻഷ്യൽ ഈവൻ ഇഫ് ഇവിടെ റെസിസ്റ്റൻസ് ഇരുന്നാൽ കൂടിയും, ഒരു റെസിസ്റ്റൻസ് R1 ഇവിടെ ഒരു റെസിസ്റ്റൻസ് R2 ഉണ്ടേ കൂടി ഇതിനകത്തുള്ള കറണ്ട് ഒഴുകുമോ? ഇല്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇത് ഓപ്പൺ സർക്യൂട്ടാണ്. I എന്ന് പറഞ്ഞ പോലെ 0 ആണ്, കറണ്ട് ഒഴുകില്ല. ഈ പറയുന്ന സർക്യൂട്ടിൽ റെസിസ്റ്റൻസ് ഇരുന്നാൽ കൂടി അതിൻ്റെ അകത്ത് ഡിസർവേഷൻ ഇല്ല. ഇവിടെ ഏതാണ് വോൾട്ടേജ്, അത് ഇപ്പോൾ ഇവിടെ 10 വോൾട്ട് കൊടുത്തെന്നാണ് പറഞ്ഞത്, അത് എയിൽ, ഇവിടെ 0 വോൾട്ട്. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റിൽ 0 വോൾട്ടും ഈ പോയിന്റ് 10 വോൾട്ടും. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ എയിൽ കൊടുത്തിരിക്കുന്ന അതേ വോൾട്ടേജ്, അല്ലെങ്കിൽ എക്സാക്ട്ലി പറയുകയാണെങ്കിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന വോൾട്ടേജ് VA ആണെങ്കിൽ ഈ പോയിന്റിലെ വോൾട്ടേജ് VA ആയിരിക്കും. ഇവിടെ കൊടുത്തിരിക്കുന്ന വോൾട്ടേജ് VB ആണെങ്കിൽ ഈ പോയിന്റിലെ വോൾട്ടേജ് VB ആയിരിക്കും. ഇവിടെ വരെ പറഞ്ഞത് ക്ലിയർ അല്ലേ? ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടോ? ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണ് നമ്മൾ അവസാനത്തെ പൊട്ടൻഷ്യൽ ഡിവിഷനോട് അല്ലെങ്കിൽ കറണ്ട് ഡിവിഷനോട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ റെസിസ്റ്റൻസ് R1 ഉണ്ട്, ഇവിടെ റെസിസ്റ്റൻസ് R2 ഉണ്ട്. ഇവിടെ I എന്ന് പറഞ്ഞൊരു കറണ്ട് വരുന്നുണ്ട്. നമുക്ക് പാരലലിൻ്റെ ഇക്വേഷൻ നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. R equivalent 1/R equivalent = 1/R1 + 1/R2. ഇവിടെ നമ്മൾ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, സീരിയസ് ആയിട്ടുള്ള നെറ്റ്വർക്കിൽ റെസിസ്റ്റൻസ് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പാരലായിട്ടുള്ള നെറ്റ്വർക്കിൽ കണ്ടക്ടൻസ് ആയിരിക്കും ആഡ് ചെയ്യുന്നത്. കണ്ടക്ടൻസ് എന്ന് പറയുന്നത് റെസിസ്റ്റൻസിന് നേരെ റെസിപ്രോക്കലാണ്. അതുകൊണ്ടാണ് 1/R equivalent = 1/R1 + 1/R2 എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അവിടെ നിന്ന് നമുക്ക് ഇക്വലൻ്റ് റെസിസ്റ്റൻസ് R equivalent കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് കിട്ടും? R1 R2 / R1 + R2. ഇത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ അല്ലേ? അവിടെ നിന്ന് നമ്മൾ ഒന്നുകൂടെ പറയുകയാണെങ്കിൽ ഈ പറയുന്ന ഇവിടെയുള്ള കറണ്ട്, അപ്പോൾ ഇതിൻ്റെ ഇക്വലൻ്റ് റെസിസ്റ്റൻസ് നമുക്ക് കിട്ടി R equivalent. അതെന്ന് പറഞ്ഞാൽ R1 R2 / R1 + R2.
ഇവിടെയുള്ള കറണ്ട് എന്താണ്? ഐ ആണ്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഐ ഇൻറ്റു ഈ പറഞ്ഞ വാല്യൂ കിട്ടിയാൽ നമുക്ക് ഇവിടുത്തെ എന്ത് കിട്ടി? വോൾട്ടേജ് കിട്ടി. കാരണം റെസിസ്റ്റൻസ് ഇൻറ്റു കറണ്ടാണ് വോൾട്ടേജ്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഇവിടുത്തെ പൊട്ടൻഷ്യൽ കിട്ടി. ഈ വി എന്ന് പറഞ്ഞ വാല്യൂ കിട്ടി, ഈ കിട്ടിയേക്കുന്നത്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് I1 എന്ന് പറഞ്ഞാൽ I1 എന്ന് പറയുന്നത് I ഇൻറ്റു R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. ക്ലിയറല്ലേ? ഇവിടെ നമുക്ക് പറഞ്ഞു വരുന്നത് I ഇൻറ്റു R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. ഇതേപോലെ സിമിലർലി I2 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? I ഇൻറ്റു R1 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. ഇതെവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ നമുക്കറിയാം വോൾട്ടേജ് ഡിവൈഡഡ് ബൈ R1 ചെയ്യുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത് I1 കിട്ടുന്നത്. വോൾട്ടേജ് ഡിവൈഡഡ് ബൈ R2 ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? I2 കിട്ടുന്നത്. കാരണം നമുക്കറിയാം I2 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? V ഡിവൈഡഡ് ബൈ R2. I1 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? V ഡിവൈഡഡ് ബൈ R1. അവിടെ V എന്ന് പറഞ്ഞ ഇക്വേഷനാണ് ഓൾറെഡി നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത്. ഇത് ചെയ്തത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. മിഥിലെ ചോദിച്ചേക്കുന്നത് വോൾട്ടേജ് ഡിവിഷൻ റൂൾ ആൻഡ് കറണ്ട് ഡിവിഷൻ റൂൾ സ്റ്റേറ്റ്മെന്റ് പറയാമോ? സ്റ്റേറ്റ്മെന്റ് ഒന്നുമില്ല. ഈ പറഞ്ഞു വന്ന ഒറ്റ പോയിന്റേ പറയുന്നുള്ളൂ. നമ്മളുടെ സീരിയസ് ആയിട്ടുള്ള നെറ്റ്വർക്കിൽ വോൾട്ടേജ് ഡിവിഷൻ നമ്മൾ മുമ്പേ ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞായിരുന്നു. ഇവിടെ നോക്ക്, V1 ഈസ് ഈക്വൽ ടു V ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. അതെന്താണ്? കറണ്ടാണ്. ഇൻറ്റു R1 അതായിരിക്കും വോൾട്ടേജ്. V2 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? V ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. വീണ്ടും കറണ്ട് തന്നെ. ഇൻറ്റു എന്ത് വന്നു? R2 അതായിരിക്കും V2. ക്ലിയർ ആണെന്ന് വിശ്വസിക്കും. അപ്പം നമ്മൾ ഇതേപോലെ നമ്മൾ ഇവിടെ പറയുകയാണ് കറണ്ട് ഡിവിഷൻ റൂൾ പറയുമ്പം I2 ഈസ് ഈക്വൽ ടു I ഇൻറ്റു R1 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. അവിടെ നമ്മൾ പറയുമ്പം കറണ്ട് ഡിവിഷനും വോൾട്ടേജ് ഡിവിഷനും ഒന്ന് ഒറ്റ ഇതിൽ നമുക്ക് കാണിക്കും. ഇത് R1, ഇത് R2, ഇത് ടോട്ടൽ വോൾട്ടേജ് V. ആ സമയത്ത് നമുക്ക് എന്ത് പറയാം? V1 ഇതിന് അക്രോസ് വരുന്ന വോൾട്ടേജ് V1. V1 ഈസ് ഈക്വൽ ടു എന്ത് പറയാം? V ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 ഇൻറ്റു R1. Similarly, V2 is equal to V divided by R1 plus R2 into R2. ഓക്കെ അല്ലേ? കറണ്ട് ഡിവിഷൻ റൂൾ പറയുന്ന സമയത്ത് നമ്മൾ ഇത് R1, ഇത് R2, പുറത്തുനിന്ന് വരുന്ന കറണ്ട് I1 എന്ന് പറയുമ്പോൾ നമ്മളെന്താ പറയുന്നത്? ഇതിൻ്റെ അകത്തുള്ള കറണ്ട്. അപ്പം I ഇൻറ്റു R ഇക്വലൻറ്റ്. R ഇക്വലൻ്റ് എന്ന് പറഞ്ഞാൽ R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 ആണ്. ആ കിട്ടിയാൽ I ഇൻറ്റു R ഇക്വലൻ്റ് ചെയ്താൽ R ഇക്വലൻ്റ് നമ്മൾ എന്താന്ന് പറഞ്ഞ് R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. അതാണ് എന്ത്? വോൾട്ടേജ്. ഡിവൈഡഡ് ബൈ എന്തുകൂടെ ചെയ്യണം? R1 ചെയ്യണം. എന്നാലേ നമുക്ക് I1 കിട്ടുള്ളൂ. കാരണം ഇത് വോൾട്ടേജ് ആണ്. ആ വോൾട്ടേജിനെ R1 കൊണ്ട് ഡിവൈഡ് കറണ്ട് റെസിസ്റ്റൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് ഇതിനകത്തുള്ള കറണ്ട് I1 കിട്ടുന്നത്. ക്ലിയർ അല്ലേ? അപ്പം നമുക്ക് എന്ത് എഴുതാം? ഈ പറഞ്ഞു വന്ന I ഇൻറ്റു R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. ഇതേപോലെ സിമിലർലി I2 ഈസ് ഈക്വൽ ടു I ഇൻറ്റു R1 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ച ഒരു കാര്യം മനസ്സിലാവും. എന്താണ്? നമുക്കിപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇതൊരു 1 ഓമും ഇതൊരു 3 ഓമുമാണ്. നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു 4 ആമ്പിയർ ആണെന്നിരിക്കട്ടെ. ഓക്കെ ആണോ?
അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞു വന്ന ഇതിൻ്റെ അകത്തുള്ള കറണ്ട് എത്ര ആയിരിക്കും ചോദിച്ചാൽ, ഈ പറയുന്ന ഇതിൻ്റെ അകത്തൂടെ 3 ആമ്പിയർ കടന്നു പോകും, ഇതിനകത്തൂടെ 1 ആമ്പിയർ കടന്നു പോകും. ശരിയല്ലേ? അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 3 × 1 3 വോൾട്ട് കിട്ടി. ഇത് 1 × 3 ഇതും 3 വോൾട്ട് കിട്ടി. നമുക്കറിയാം ഈ പറയുന്ന പാരലൽ സർക്യൂട്ടിൽ എപ്പോഴും വോൾട്ടേജ് എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. സീരീസ് സർക്യൂട്ടിൽ എപ്പോഴും കറണ്ട് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇവിടെ വോൾട്ടേജ് എന്തായിരിക്കും? 3 വോൾട്ടേജ് രണ്ടുപേർക്കും കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടുത്തെ വോൾട്ടേജ് എത്ര എന്ന് പറയാൻ? 3 വോൾട്ട് എന്ന് പറയാൻ പറ്റും. അപ്പം പറഞ്ഞത് ക്ലിയർ ആണ്. ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, 1 ഓം റെസിസ്റ്റൻസ് ഉള്ള സ്ഥലത്തൂടെ 3 ആമ്പിയർ കടന്നുപോയി. 3 ഓം റെസിസ്റ്റർ ഉള്ള ഇതിലൂടെ എത്ര 1 ആമ്പിയർ കടന്നുപോയി. നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, 2 പാരലായിട്ടുള്ള ഒരു നെറ്റ്വർക്ക് ഉണ്ട്, അല്ലെങ്കിൽ ഒരു റോഡുകളുണ്ട്. അതിൽ കൂടുതൽ റെസിസ്റ്റൻസ് കുറഞ്ഞ അല്ലെങ്കിൽ കൂടുതൽ തിരക്ക് കുറഞ്ഞ വഴിയിൽ കൂടെ കൂടുതൽ വണ്ടികൾ കടന്നു പോകും. തിരക്ക് കൂടിയ സ്ഥലത്തൂടെ അല്ലെങ്കിൽ കൺസ്റ്റന്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് കൂടിയ പാത്തിലൂടെ ആൾക്കാർ കുറച്ചധികം കടന്നു പോകുന്നു. ശരിയല്ലേ? എന്ന് പറഞ്ഞ പോലെ 3 ഓം റെസിസ്റ്റൻസ് ഉള്ള ഇതിലൂടെ 1 ആമ്പിയർ കടന്നു പോകുന്നു. 1 ഓം റെസിസ്റ്ററിൻ്റെ അകത്തൂടെ 3 ആമ്പിയർ കടന്നു പോകും. എല്ലാം ക്ലിയർ അല്ലേ? അപ്പോൾ ഏകദേശം എല്ലാം ക്ലിയറാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഗേറ്റിനെ കുറിച്ചും കറണ്ട് ഈ പറഞ്ഞ ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഇലക്ട്രിക് സർക്യൂട്ടിൻ്റെ ബേസിക്സ് ആയിട്ടുള്ള ഓംസ് ലോയും കറണ്ട് ഡിവിഷനും വോൾട്ടേജ് ഡിവിഷനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. നമുക്ക് ഇനിയും പഠിക്കാവുന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞായിരുന്നു. KCL KVL നോഡൽ അനാലിസിസ് അതിൻ്റെയൊക്കെ പ്രോബ്ലംസും നമ്മുടെ ഈ പറഞ്ഞു വന്ന സ്റ്റാർ ഡെൽറ്റ കൺവേർഷൻ്റെ പ്രോബ്ലംസും ഒക്കെയാണ് വരുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, എന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ മനസ്സിൽ വെക്കുക. ഒന്ന്, വോൾട്ടേജ് ടു കറണ്ട് ഒഴുകുന്ന സമയത്ത് ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ ആണെങ്കിൽ അതൊരു പാസീവ് എലമെൻ്റ് ആണെന്നും, ലോവർ ടു ഹയർ ഒഴുകാൻ കഴിവുള്ള കറണ്ട് ഒഴുകുകയാണെങ്കിൽ ഉറപ്പായിട്ടും അതൊരു ആക്റ്റീവ് എലമെൻറ്റും ആയേ പറ്റുള്ളൂ. താഴേന്ന് മുകളിലേക്ക് വെള്ളം ഒഴുകുന്നുണ്ടെങ്കിൽ അത് ഓർത്താൽ മതി. ലോവർ പൊട്ടൻഷ്യലിൽ നിന്ന് ഹയർ പൊട്ടൻഷ്യലിലോട്ട് വെള്ളം ഒഴുകുന്നുണ്ടെങ്കിൽ ഇടയ്ക്കിരിക്കുന്ന ആരായേ പറ്റുള്ളൂ? മോട്ടറായേ പറ്റുള്ളൂ. അത് ആക്റ്റീവാണ്. ശരിയല്ലേ? അത് ഈ പറഞ്ഞ വെള്ളത്തിനോട് എനർജി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ മുകളിലോട്ട് പോകുന്ന വെള്ളം. തന്നെ ഇരുന്ന് മുകളിലോട്ട് വെള്ളത്തിന് പോകാൻ കഴിയില്ല. ശരിയല്ലേ? അപ്പോൾ അത് ക്ലിയറാണ്. ഇനി ഇത് കറണ്ട് ഡിവിഷൻ റൂൾ എന്താണ്, വോൾട്ടേജ് ഡിവിഷൻ റൂൾ എന്താണ്, കുറച്ചുകൂടെ കഴിയുമ്പോൾ നമ്മൾ ഇതിൻ്റെ പ്രോബ്ലം ഒക്കെ ചെയ്യുന്ന സമയത്ത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ. അപ്പോൾ എനിവേ എല്ലാവർക്കും താങ്ക് യു. സ്റ്റേ ബ്ലെസ്ഡ്. അപ്പോൾ എല്ലാവർക്കും നന്ദി കേട്ടോ. താങ്ക് യു. ബൈ.